വിശ്വാസം കൂടുന്നിടത്ത് സംശയത്തിന് സ്ഥാനമില്ല എന്നുള്ളതല്ലേ? അത് എത്രത്തോളം ശരിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു പേഴ്സൻറ്റേജ് വൈസിൽ സംസാരിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് മനസ്സിലാവും. ഞാൻ ഒരു 100% എന്ന് പറഞ്ഞൊരു സാധനം അതാണ് നമ്മൾ എടുക്കുക. അങ്ങനെയെങ്കിൽ ഒരു 20% വിശ്വാസം ഒരാൾക്കുള്ളൂ എന്ന് കരുതുക. എങ്കിൽ 70% എന്താണ്? അയാൾക്ക് ഡൗട്ടാണ്. അതുകൊണ്ടാണ് ഈ 20% അയാൾ ഒതുങ്ങിപ്പോയത്. അതേസമയം അയാൾക്കൊരു 70% വിശ്വാസം ഉണ്ട് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ബാക്കി 30% അയാൾക്ക് ഡൗട്ടാണ്. അപ്പോൾ ഈ ഒരു സാധനം 100%ലേക്ക് എല്ലാവർക്കും എത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ എത്തിയ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം മനുഷ്യരിൽ. പക്ഷേ എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്, ഒരു 90% അല്ലെങ്കിൽ 80%ലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വിശ്വാസത്തെ കൊണ്ടുവരാൻ സാധിക്കും. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിട്ട് അതൊരു എക്സ്ട്രീം ലെവൽ തന്നെയാണ്. അപ്പോൾ ആ തരത്തിലേക്ക് വിശ്വാസത്തിന് കൊണ്ടുവരാൻ നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് ശ്രമത്തിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. ഒരു കോട്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിന്റെ വിശ്വാസങ്ങൾ നിന്റെ വിശ്വാസങ്ങളായിരിക്കട്ടെ, നിന്റെ ഡൗട്ടുകൾ നിന്റെ ഡൗട്ടുകളായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നിന്റെ വിശ്വാസങ്ങളെ നിന്റെ ഡൗട്ടുകളിലേക്കും കലർത്താൻ വേണ്ടി പാടില്ല, നിന്റെ ഡൗട്ടുകൾ നിന്റെ വിശ്വാസത്തിലേക്കും കലർത്താൻ വേണ്ടി പാടില്ല. ഇങ്ങനെ പോകാൻ സാധിക്കുന്നിടത്താണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് രൂപപ്പെടുന്നത്.